നാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ അനന്തകോടി പ്രണാമം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചിങ്ങം 1 മുതൽ കന്നി 9 വരെ നടന്നു വരുന്ന ഗുരുവിജ്ഞാന സന്ധ്യ കോട്ടയം യൂണിയന്റെയും അതുപോലെ തന്നെ സൈബർ സേനയുടെയും നേതൃത്വത്തിൽ നടത്തി വരികയാണ്. അപ്പോൾ ഈ ഒരു വിജ്ഞാന സന്ധ്യയിൽ ഒരു ഭാഗമാകുവാൻ സാധിച്ചത് ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമായി കരുതുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിലായി ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇനി കേൾക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഭഗവാന് നമുക്കായി നൽകിയിട്ടുള്ള പ്രതിഷ്ഠകളെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ആ ദേവീ ദേവന്മാരെ സ്തുതിക്കുവാനായി ഭഗവാൻ പറഞ്ഞു നൽകിയ കൃതികളെ കുറിച്ചുമൊക്കെ ഒന്ന് കേട്ടുപോകാം. ഭഗവാൻ നമുക്കായി ഏകദേശം 48ഓളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട്. ഒരു ക്ഷേത്രങ്ങളിൽ പോലും കയറുവാൻ സാധിക്കാതിരുന്ന, അല്ലെങ്കിൽ 10 അടി മാറി നിന്നുകൊണ്ട് ദേവനെ സ്തുതിക്കുവാനുള്ള അനുവാദം മാത്രം ലഭിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കായി അവതരിച്ച് നമുക്ക് ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുവാനുള്ള അനുവാദം നൽകുകയും അതുപോലെ തന്നെ ആ ദേവീ ദേവന്മാരെ ഉപാസിക്കുവാനായി പ്രകീർത്തിക്കുവാനായുള്ള മനോഹരങ്ങളായ കൃതികളാണ് ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓരോരോ ദേവീ ദേവന്മാരെ സ്തുതിക്കുവാൻ ഓരോരോ കൃതികൾ വീതം, അല്ലെങ്കിൽ ശിവനെ സ്തുതിക്കുവാൻ ഏകദേശം 15ഓളം കൃതികൾ ഭഗവാൻ സ്തോത്ര വിഭാഗത്തിൽ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ദേവീ ദേവന്മാരെ ഉപാസിക്കുവാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരുന്നത് നമ്മുടെ ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകിയ ക്ഷേത്രങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അരുവിപ്പുറം ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് കോട്ടയം ഉല്ലല ഓങ്കാരേശ്വരം വരെ എത്തി നിൽക്കുന്നതാണ് ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾ. അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ഭഗവാൻ നമുക്കായി പ്രതിഷ്ഠിച്ച് നൽകുന്നത് ഒരു മഹാശിവരാത്രി നാളിലാണെന്നുള്ളതും ശിലയെ ശിവലിംഗമാക്കിക്കൊണ്ട് കൂടി നിന്നിരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ വളരെ ആശങ്കയെ ജനിപ്പിക്കുന്ന ഒരു വലിയ കാഴ്ചയായിരുന്നു അതെന്നുള്ളത് എല്ലാവർക്കും പരിചിതമായ സംഭവം തന്നെയാണ്. അപ്പോൾ ആ ഒരു 1888 മഹാശിവരാത്രി നാളിൽ തുടക്കം കുറിച്ച മാറ്റത്തിന് ഭഗവാൻ ഇന്നും ഭഗവാന്റെ പേരിൽ, അല്ലെങ്കിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലൂടെ, ഭഗവാൻ രചിച്ചു നൽകിയ കൃതികളിലൂടെ ഇന്നും ഭഗവാൻ പറഞ്ഞു നൽകിയ കാര്യങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ അരുവിപ്പുറം ക്ഷേത്രം പ്രതിഷ്ഠയ്ക്ക് ശേഷം വലിയൊരു മാറ്റത്തിന് ഭഗവാൻ തുടക്കം കുറിക്കുന്നു. അതുപോലെ തന്നെ ദുരാചാരങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മാടൻ, മറുത തുടങ്ങിയ ദുർദേവതകളെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റുന്നുണ്ട്. അതിനു മുന്നോടിയായിട്ടാണ് ഭഗവാൻ ആദ്യത്തെ ഭഗവാന്റെ ഇളക്കി പ്രതിഷ്ഠ നടക്കുന്നത് മണ്ണന്തല ദേശത്തെ മണ്ണന്തല ദേവി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ ഭഗവാൻ ആ ഒരു അരുവിപ്പുറം പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ മണ്ണന്തല ദേശത്തുണ്ടായിരുന്ന നിവാസികൾക്ക് എല്ലാവർക്കും അവരുടെ ആ ക്ഷേത്രവും പുനരുദ്ധരിക്കണം, അല്ലെങ്കിൽ ഈ മാടനെയും മറുതയെയും ഒക്കെ പ്രകീർത്തിച്ചാൽ മാത്രം പോരാ, നല്ല നല്ല ദേവീ ദേവന്മാരെ ഉപാസിക്കുവാനുള്ള ഒരു അനുവാദം നമുക്കും ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ അവർ ഭഗവാനെ ചെന്ന് കാണുകയും 4 വർഷം കൊണ്ട് അവർ ക്ഷേത്രപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് ഭഗവാനെ ചെന്ന് കണ്ട് അവിടെ പുനഃപ്രതിഷ്ഠ നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുകയാണ്. അങ്ങനെയാണ് ഭഗവാൻ അവിടെ മണ്ണന്തല ദേശത്തെ ദുർദേവതയെ ആരാധിച്ചുകൊണ്ടിരുന്ന ആ ക്ഷേത്രം നീക്കം ചെയ്ത് നല്ല മണ്ണന്തല ദേവി എന്ന് പേരോടുകൂടി ഒരു നല്ല ദേവീ ക്ഷേത്രം തന്നെ ഭഗവാൻ അവിടെ പ്രതിഷ്ഠിച്ചു നൽകുന്നത്. ആ ഒരു അവസരത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ നമുക്ക് മണ്ണന്തല ദേവീ സ്തവത്തെ രചിച്ചു നൽകുന്നുണ്ട്. മണിക്കുടവിടുത്തിമലത്തൂവി മണമെല്ലാം ക്രിയ കഴിച്ചു ഗൃണിയാക്കി ഗുണിച്ചവകളൊക്കെയൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടകടന്നു വരുവാൻ അരുൾകതായേ എന്ന് ഭഗവാൻ മനോഹരമായ ഒരു മണ്ണന്തല ദേവീസ്തവം എന്ന പേരോടുകൂടി ഒരു കൃതിയെ തന്നെ അവർക്ക് രചിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ദേവിയെ, അല്ലെങ്കിൽ ഒരു ദേവനെ ഉപാസിക്കുവാനായി ആഗ്രഹിച്ച അവർക്ക് നല്ലൊരു പ്രതിഷ്ഠിച്ച് നൽകുകയും അതുപോലെ തന്നെ ആ പ്രതിഷ്ഠയെ ഉപാസിക്കുവാനുള്ള ഒരു മാർഗം ഭഗവാൻ തന്നെ രചിച്ചു നൽകുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ ഭഗവാൻ നമുക്കായി പ്രതിഷ്ഠിച്ചു നൽകിയതാണ് നമ്മുടെ ശിവഗിരി മഠത്തിലെ ശാരദാ പ്രതിഷ്ഠ. ഭഗവാൻ
നമുക്ക് ശാരദാംബയെ പ്രതിഷ്ഠിച്ച് നൽകുമ്പോൾ ഇതുവരെയുള്ള ക്ഷേത്ര ആചാരങ്ങളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ശാരദാ പ്രതിഷ്ഠയെ നമുക്കായി നൽകുന്നത്. ശാരദാ പ്രതിഷ്ഠയിലൂടെ ഭഗവാൻ ഒത്തിരിയേറെ മാറ്റങ്ങൾ ക്ഷേത്ര സങ്കല്പത്തിൽ വരുത്തുന്നുണ്ട്. കൊടിയേറിയ ഉത്സവമരുത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രാവർത്തികമാക്കി നാം കാണുന്നത് ശാരദാ മഠത്തിലാണ്. അതുപോലെ തന്നെ കരിയും കരിമരുന്നും ഉപയോഗിക്കരുത് എന്ന് പറയുന്നു. അതും എല്ലാം വളരെ പ്രാവർത്തികമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ശാരദാ മഠമാണ്. അതുപോലെ മറ്റൊരു വലിയ സങ്കല്പം, അടച്ച് ഇരുളുമൂടിയ വാവലിന്റെ ശബ്ദങ്ങളുള്ള ഒരു ഇരുട്ടുമൂടിയ ഒന്നാവരുത് ക്ഷേത്രത്തിന്റെ അകങ്ങൾ. അല്ലാതെ വെളിച്ചം പുറത്തു നിന്നും അകത്ത് കടക്കുന്ന രീതിയിൽ നിറയെ വെളിച്ചം ഉള്ളതായിരിക്കണം ക്ഷേത്ര മാതൃകകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാ പ്രതിഷ്ഠ നമുക്ക് അഷ്ടകോൺ മന്ദിരത്തിലാണ് ശാരദാ മഠത്തെ തന്നെ ഭഗവാൻ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ കോണുകളിലും വർണ്ണ കണ്ണാടികൾ വെച്ചുകൊണ്ട് നമുക്ക് അകത്തേക്ക് ശാരദാംബയെ കാണുവാൻ സാധിക്കുന്ന രീതിയിൽ ആണ് ഭഗവാൻ ശാരദാ മഠത്തെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. പുറത്തു നിന്നും അകത്ത് വെട്ടം കടക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഇവിടെയുള്ള ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും നമുക്ക് നേരെ നിന്ന് മാത്രമേ ആ ഒരു പ്രതിഷ്ഠ കാണുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ ശാരദാമഠത്തില് പോയി കഴിഞ്ഞാൽ ഏതൊരു കോണിൽ നിന്ന് നോക്കിയാലും നമുക്ക് ശാരദാംബയെ കാണുന്ന രീതിയിൽ എല്ലാ വശങ്ങളിലും കണ്ണാടികൾ വെച്ചുകൊണ്ടാണ് ഭഗവാൻ ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. വിദ്യാസ്വരൂപിണിയായ ദേവിയാണ് ഭഗവാൻ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുള്ളത്. ചിന്മുദ്രയും ഗ്രന്ഥവും അമൃതകുംഭവും കിളിയും 4 കൈകളിൽ ഏന്തിയ താമരയിൽ ഇരിക്കുന്ന ശാരദാംബയാണ് ഭഗവാൻ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിലുള്ള പൂജകളോ അല്ലെങ്കിൽ കൊടിയേറിയുള്ള ഉത്സവമോ ഒന്നും നടത്താതെ കുമാരനാശാൻ രചിച്ചു നൽകിയ ശാരദാഷ്ടകം എന്നും അവിടെ നിവേദ്യമായി സമർപ്പിക്കുന്നുണ്ട്. വ്യാപ്യവാമയമിതം ജഗൽസ്ഥിതാ വ്യാതനോതു മമ ദേവദാശ്രിയം കാപി ഹസ്തപരിവാദിനീംഗണ കാകലീലയകല കുതൂഹലാം എന്നാരംഭിക്കുന്ന ശാരദാഷ്ടകം അതുപോലെ തന്നെ ജനനിക്കായി സമർപ്പിക്കുന്ന 9 രത്നങ്ങളുടെ പൂങ്കുല എന്ന പേരോടുകൂടി ജനനീ നവരത്ന മഞ്ജരിയെ ഭഗവാൻ നമുക്ക് നൽകുന്നുണ്ട്. ശാരദാംബയെ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് തന്നെ ശാരദാ മഠത്തിന്റെ ശിലാസ്ഥാപന സമയത്താണ് ഭഗവാൻ നമുക്ക് ജനനീ നവരത്ന മഞ്ജരിയെ രചിച്ച് നൽകുന്നത്. അതിൽ ഭഗവാൻ ജഗജ്ജനനിയെ വളരെ മനോഹരമായി വർണ്ണിക്കുന്ന വരികൾ ഒട്ടേറെ നമുക്ക് കാണുവാൻ സാധിക്കും. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗഗം താനായതും ധരനദീ നാരിയും നരനുമാനാഗവും നരകവും നീനാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ജ്ഞാനായതും ഭവതി ഹീനാദരൂപിണിയമോ നാടകം നിഖിലവും. ഇങ്ങനെ മീനാകുന്നതും മാനാകുന്നതും ജഗജ്ജനനി തന്നെ എന്നിങ്ങനെ നിരവധി പദങ്ങളോടോടി അല്ലെങ്കിൽ നിരവധി പദങ്ങളാൽ ഭഗവാൻ ജഗജ്ജനനിയെ വർണ്ണിക്കുന്നത് നമുക്ക് ജനനി നവരത്നമഞ്ജരിയിലൂടെ കാണാം. അതുപോലെ ഭഗവാൻ നമുക്ക് കോലത്തുകരയിലും ഭഗവാൻ ശിവനെ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട്. അവിടെയും ഭഗവാൻ ഇളക്ക് പ്രതിഷ്ഠയായിരുന്നു നടത്തിയിരുന്നത്. നാം എല്ലാവരും കേട്ടിട്ടുള്ളതുപോലെ തന്നെ ഭഗവാൻ അവിടെ പ്രതിഷ്ഠയ്ക്ക് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരു ദേവീ പ്രതിഷ്ഠയായിരുന്നു. ആ ദേവീ പ്രതിഷ്ഠയെ നീക്കം ചെയ്താണ് ഭഗവാൻ നമുക്ക് മഹാദേവനെ പ്രതിഷ്ഠിച്ച് നൽകിയത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവിയുടെ ആഗ്രഹപ്രകാരം തന്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ ജനങ്ങളെ ഇനി ഈ ക്ഷേത്രത്തിനുള്ളിൽ കയറ്റരുത് എന്നുള്ള ദേവിയുടെ ആഗ്രഹപ്രകാരമാണ് ഭഗവാൻ ഇന്നും ആ ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീ ജനങ്ങളെ അകത്ത് കയറ്റാത്തത്. അപ്പോൾ ഭഗവാൻ പ്രതിഷ്ഠിച്ച 48ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു വേർതിരിവിനെ ഭഗവാൻ നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടെ മാത്രമാണ് പുരുഷന്മാർക്ക് മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു വിവേചനം ഭഗവാൻ നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത്.
അതുപോലെ കോലത്തുകരയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അതിലൊന്നാണ് കുമാരനാശാനും ഭഗവാനും തമ്മിലുള്ള ഒരു സമസ്യയും സമസ്യാപൂരണവും. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധി എന്ന ഒരു സമസ്യ ഭഗവാൻ കുമാരനാശാന് മുൻപിൽ വെക്കുമ്പോൾ ആ കുമാരനാശാൻ തിരിച്ചു ചൊല്ലിക്കൊടുക്കുന്ന സമസ്യാപൂരണമാണ്. കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ. അപ്പോൾ അവിടെ കാലന്റെ കയ്യിലെ കണക്ക് പുസ്തക പ്രകാരം തന്നെയും തിരിച്ചു വിളിക്കരുതേ കാലകാലനായ ഭഗവാനെ എന്നൊരപേക്ഷയും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഭഗവാൻ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് മലയാളക്കരയിലെ ഏതൊരു ജനങ്ങൾക്കും എക്കാലവും തങ്ങി നിൽക്കുന്ന ഒരു മഹാകവിയായി കുമാരനാശാനെ ഭഗവാൻ വളർത്തിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം കുമാരനാശാന്റെ ഉള്ളിലേക്ക് വന്നു ചേരുന്നത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ഒരു അനുഗ്രഹത്താൽ കുമാരനാശാൻ ഭഗവാന് മുമ്പിൽ സമർപ്പിച്ച മറ്റൊരു വലിയ കൃതിയാണ് ഗുരുസ്തവം. കുമാരനാശാൻ രചിച്ച കാലഘട്ടത്തിൽ സമാജസ്തുതി എന്നറിയപ്പെടുകയും പിന്നീട് ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഗുരുസ്തവം എന്ന പേരോട് കൂടിയാണ് ഇപ്പോൾ ഈ കൃതി അറിയപ്പെടുന്നത്. സമാജത്തിലുള്ളവർക്ക് ഒരുമിച്ച് ആലപിക്കുവാനായുള്ള ഒരു പ്രാർത്ഥനാഗീതം എന്നായിരുന്നു അതിന്റെ ഒരു ചുരുക്കം. നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി എന്ന പല്ലവിയോടുകൂടി ആരംഭിക്കുന്ന ഗുരുസ്തവം. കുമാരനാശാൻ ഈ കൃതി രചിച്ച കാലഘട്ടത്തിൽ ഇതിലൊരു ശ്ലോകം കൂടി ഉൾപ്പെട്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. തൻ പോലെയും പാട്ടിടുമങ്ങേ കൻപൂടുലകത്തെ പുജിരായു സുതിയാപ്തി മുൻപോൽ സുഖമായി മേന്മ തൊടുന്നോർ കരുളും കാൽ തുമ്പോടിനിയും വാഴ്ക ശതാബ്ദം ഗുരുമൂർത്തി എന്ന ഒരു 4 വരികൾ കൂടി ഈ ഗുരുസ്തവത്തിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് ഭഗവാൻ 73 വർഷവും 23 ദിവസവും മാത്രമുണ്ടായിരുന്ന ഭഗവാന്റെ ആ ഒരു സശരീരനായിരുന്ന കാലഘട്ടത്തിന് ശേഷം ഭഗവാന്റെ മഹാസമാധിക്ക് ശേഷം ഈ 4 വരികളുടെ അർത്ഥം പൂർണ്ണമല്ലാത്തത് കൊണ്ട് ഗുരുസ്തവത്തിൽ നിന്നും നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് ഭഗവാൻ നമുക്കായി അവസാനം പ്രതിഷ്ഠിച്ചു നൽകുന്ന ഒരു ക്ഷേത്രമാണ് ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം. കണ്ണാടിയിൽ ഓം എന്ന രസം ചുരണ്ടി ഭഗവാൻ നമുക്കായി നൽകിയ ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രം, അതും നമ്മുടെ കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് ഭഗവാന്റെ ആ ഒരു ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളല്ലാതെ ഭഗവാൻ ഏറ്റവും കൂടുതൽ നാൾ ഭഗവാന്റെ സശരീരനായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ക്ഷേത്രമാണ് നമ്മുടെ കോട്ടയം ജില്ലയിലെ നാഗമ്പടം ക്ഷേത്രം. ഭഗവാന്റെ നാഗമ്പടം ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരിയേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒന്നാണ് നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ആ ഒരു തേന്മാവിൻ ചുവട് ഭഗവാൻ ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുവാൻ തീരുമാനിച്ചത് ആ തേന്മാവിൻ ചുവട്ടിൽ വെച്ചാണ്. ടി കെ കിട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും ചേർന്ന് ഭഗവാനോട് ശിവഗിരി തീർത്ഥാടനത്തിനായി അനുമതി ചോദിക്കുവാൻ എത്തുന്നു. അവർ ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടിയോടുകൂടി ഭഗവാൻ വളരെ ചിട്ടയായ രീതിയിലുള്ള ഒരു ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇന്നും ശിവഗിരിയിലേക്ക് കൊണ്ടുപോകുന്ന പീഠപതാക ഉയർത്തുവാനുള്ള പീഠപതാക കൊണ്ടുപോകുന്നത് ഇന്നും നമ്മുടെ നാഗമ്പടം ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് നിന്നുമാണ്. അതുപോലെ തന്നെ ഭഗവാൻ സശരീരനായിരുന്ന കാലഘട്ടത്തിൽ ഭഗവാന്റെ കയ്യൊപ്പോടുകൂടി ആദ്യത്തെ SNDP ആദ്യത്തെ 108 ശാഖായോഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതും നമ്മുടെ നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിന്റെ മണ്ണിൽ വെച്ചാണ്. പിന്നീട് നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിന് വലത്തുഭാഗത്തായി കാണുന്ന കവികുമാര മന്ദിരം.
കവി കുമാരകവിയുടെ ആദ്യ സ്മാരകമായി തീരുന്നത് നമ്മുടെ കവികുമാര മന്ദിരമാണ്. ആ കെട്ടിടത്തിൽ വച്ച് നടത്തുവാനിരുന്ന മീറ്റിംഗിൽ അധ്യക്ഷപദം അലങ്കരിക്കാൻ വരുന്ന വഴി പല്ലനയാറ്റിൽ വെച്ചാണ് റെഡിമർ ബോട്ടപകടത്തിൽ മഹാകവിയുടെ ജീവൻ അപഹരിക്കപ്പെട്ടത്. അപ്പോൾ ഇതറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ എല്ലാവരും ചേർന്ന് അന്ന് മീറ്റിംഗ് നടത്തുവാൻ തീരുമാനിച്ചിരുന്ന ആ ഒരു കെട്ടിടത്തിന് കവികുമാര മന്ദിരം എന്ന് നാമകരണം ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് നമ്മുടെ നാഗമ്പടം ക്ഷേത്രം. ബോധാനന്ദ സ്വാമികളുടെ തൃക്കരങ്ങളാൽ പ്രതിഷ്ഠാപിതമായ നമ്മുടെ ക്ഷേത്രം. പിന്നീട് ഒത്തിരി ക്ഷേത്രങ്ങൾ ഭഗവാൻ ഏകദേശം 48ഓളം ക്ഷേത്രങ്ങൾ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട്. അത്രത്തോളം തന്നെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഭഗവാന്റെ കൃതികളും. 64ഓളം വരുന്ന ഭഗവാന്റെ കൃതികളെ 5ആയി തരം തിരിച്ചാണ് നമുക്കായി നൽകിയിട്ടുള്ളത്. സ്തോത്രകൃതികൾ, തർജ്ജമകൾ, ഗദ്യകൃതികൾ, പ്രബോധനാത്മക കൃതികൾ, ദാർശനിക കൃതികൾ എന്നീ 5 വിഭാഗങ്ങളിലായിട്ടാണ് ഭഗവാൻ ഈ 64 കൃതികളെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതില് സ്തോത്ര വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ കൃതികൾ നമുക്ക് രചിച്ചു നൽകിയിട്ടുള്ളത്. അതായത് വളരെ ഈണത്തിൽ നമുക്ക് ചൊല്ലുവാൻ അല്ലെങ്കിൽ ദേവീ ദേവന്മാരെ പ്രകീർത്തിക്കുവാനായിട്ടുള്ള കൃതികളാണ് ഈ 33 കൃതികളും. അതിൽ വിനായകനെ കുറിച്ചൊരു കൃതി, പിന്നീട് ദേവീ സ്തോത്രങ്ങളായി 6 കൃതികൾ, അതുപോലെ ശിവന്റെ സ്തോത്രങ്ങളായി 15 കൃതികൾ, ബാക്കി സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ. ഇങ്ങനെ കുറെ കൃതികൾ സ്തോത്ര വിഭാഗത്തിലും പിന്നീട് തർജ്ജമ എന്ന വിഭാഗത്തിൽ 2 കൃതികളാണ് ഭഗവാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് നൽകിയ ഈശാവാസ്യ ഉപനിഷത്ത്. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതു കൊണ്ടു നീ ചരിക്കമുക്തനായാശിക്കരുതാരുടെയും ധനം എന്നാരംഭിക്കുന്ന ഭഗവാന്റെ ഈശാവാസ്യ ഉപനിഷത്ത്, തിരുക്കുറൾ ഇവ 2 തർജ്ജമ ചെയ്തതും അതുപോലെ തന്നെ ഭഗവാന്റെ ഗദ്യ വിഭാഗത്തിൽ 5 കൃതികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം ഭഗവാൻ നമുക്ക് ദേവീ ദേവന്മാരെ ഉപാസിക്കുവാനുള്ള രീതിയിൽ രചിച്ചു നൽകിയിട്ടുള്ളവയാണ്. എന്നാൽ അതിൽ നിന്നുമൊക്കെ വിപരീതമായി നമുക്കൊരു മനുഷ്യന് വേണ്ട മൂല്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ നമുക്ക് രചിച്ച് നൽകിയ ഒരു വിഭാഗം കൃതികൾ ഉൾപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് പ്രബോധനാത്മക കൃതികൾ. അതിലാണ് നമുക്ക് ഏറ്റവും പരിചിതമായ അനുകമ്പാ ദശകം, ജീവകാരുണ്യ പഞ്ചകം, ജാതി മീമാംസ, ജാതി ലക്ഷണം, ജാതി നിർണയം തുടങ്ങിയ കൃതികളെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ളത്. ഭഗവാന്റെ ആ ഒരു ജീവചരിത്രത്തിൽ ഭഗവാന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഭക്തവാത്സല്യത്തെ കുറിച്ചും അനുകമ്പയെ കുറിച്ചുമൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ നാം ആ ഒരു അനുകമ്പാദശകം എന്ന ഒരു കൃതിയുടെ ആദ്യത്തെ ഒരു ശ്ലോകത്തിലെ ആദ്യത്തെ ഒരു വരി മാത്രം കേട്ടാൽ മതി. ഒരു പീഠയിരുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകരങ്ങൾ മുകളിൽ നിൻ തിരുമേ വിട്ടകലാതെ ചിന്തയും എന്നാരംഭിക്കുന്ന ഭഗവാന്റെ അനുകമ്പാദശകം. ഈ ഒരു കഥയിലൂടെ അരുളുള്ള ഒരു ജീവിയുടെയും അരുളില്ലാത്ത ഒരു ജീവിതം, അതൊരു മരിച്ച ഒരു ജഡത്തിന് തുല്യമാണെന്നുള്ള ഒരു വസ്തുതയൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്ന ഒരു വലിയ മൂല്യവത്തായ ഒരു കൃതിയാണ് അനുകമ്പാദശകം. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും സഹോദരീ സഹോദരന്മാരാണ് എന്നുള്ള ഒരു ലോക തത്വത്തെ മനസ്സിലാക്കി തരുന്ന ജീവകാരുണ്യ പഞ്ചകം. അതുപോലെ തന്നെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് അവതാരമെടുത്തതിന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് കാണാവുന്ന 3 കൃതികളാണ് ജാതി ലക്ഷണം, ജാതി നിർണയം, ജാതി മീമാംസ. ഈ കൃതികളിലൂടെ ഒരു മനുഷ്യനിൽ വേണ്ടാത്ത ജാതി മത ചിന്തയെന്ന വേർതിരിവിനെ മാറ്റിയെടുക്കുവാനായി രചിച്ചവയാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാമ്യത. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതിയെങ്കിൽ പശുവിന് അതിന്റെ ജാതി ഗോത്വമാകുന്നു എന്നാണ് ഈ കൃതികളിലൂടെയൊക്കെ ഭഗവാൻ നമുക്ക് പറഞ്ഞു നൽകുന്നത്. ഈ ഒരു വിഭാഗം കൃതികളിൽ ഭഗവാൻ ആ ഒരു മൂല്യവത്തായ കൃതികളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ അവസാന വിഭാഗമായ ദാർശനിക കൃതികളിൽ നമുക്ക് എല്ലാവർക്കും അറിയുള്ള ആത്മോപദേശ ശതകം, 100 ശ്ലോകങ്ങളിലായി രചിച്ചു നൽകിയ ആത്മോപദേശ ശതകം, അതുപോലെ തന്നെ 100 പദ്യങ്ങളിൽ രചിച്ച ദർശനമാല, അതിനെ 10ആയി വിഭജിച്ചുകൊണ്ട് 10 ദർശനങ്ങളായി നൽകിയിട്ടുണ്ട്.
അതുപോലെ ഏറ്റവും ഭഗവാന്റെ ശ്രീനാരായണ ഗുരു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഭഗവാൻ ഏറ്റവും പ്രസിദ്ധമായ കൃതിയായ ദൈവദശകം, ഇന്ന് പാഠപുസ്തകങ്ങളിൽ എല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അനുകമ്പാ ദശകം 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എത്തുകയും അതുപോലെ 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ എത്തുകയും അതുപോലെ ഭഗവാന്റെ ദൈവദശകം 12ാം ക്ലാസ്സിൽ പാഠപുസ്തകത്തിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ലോക കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഭഗവാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഇന്ന് നാം പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ദൈവദശകത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. വിശ്വപ്രാർത്ഥനയായി അംഗീകരിക്കപ്പെട്ട നിരവധി ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെട്ട ഭഗവാന്റെ ദൈവദശകം, ഇതിനൊക്കെ അവസാനമായി ഈ വിഭാഗത്തിൽ ഭഗവാൻ നമുക്ക് രചിച്ചു നൽകിയ ഹോമമന്ത്രം, ശ്രീകൃഷ്ണ ദർശനത്തിൽ ആരംഭിച്ച് ഹോമമന്ത്രത്തിൽ അവസാനിക്കുന്നതാണ് ഭഗവാന്റെ ഈ ഒരു കൃതികളുടെ യാത്ര. ഭഗവാന്റെ ഹോമമന്ത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ നാം മനസ്സിലാക്കേണ്ടത് ശിവഗിരിയിൽ ചെന്നിട്ടാണ്. ശിവഗിരിയിൽ ചെന്ന് നാം ശാരദാംബയെ തൊഴുത് അടുത്ത ചെല്ലുന്ന പർണശാലയിൽ രാവിലെ ഒരു 4 മണി 4 സമയത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ ഹോമമന്ത്രം കൊണ്ടുള്ള ഹോമാദി കർമ്മങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ആ ഒരു സമയത്ത് ശിവഗിരിയിൽ ചെല്ലുമ്പോൾ പർണശാലയുടെ അല്ലെങ്കിൽ ഹോമമന്ത്രത്തിന്റെ പ്രത്യേകത നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കാരണം ശിവഗിരിയെ തന്നെ ഉണർത്തുവാൻ കഴിവുള്ള ഒരു മന്ത്രം എന്നാണ് നമുക്ക് അതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുക. കാരണം ശാരദാ മഠത്തിലും മഹാസമാധിയിലായാലും ഇവിടെയൊക്കെ പൂജ നടക്കുന്നതിന് ഏറ്റവും ആദ്യം ശിവഗിരിയിൽ ഒരു പൂജയായിട്ട് നടക്കുന്നത് പർണശാലയിലാണ്. അപ്പോൾ ശിവഗിരി എന്ന പുണ്യഗിരി ഉണർത്തുവാൻ തക്കവണ്ണം പ്രാപ്തമായ ഒരു മന്ത്രമാണ് ഹോമമന്ത്രം. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഭഗവാന്റെ കൃതികൾ. നാം പർണശാല വരെ ശിവഗിരിയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ശിവഗിരിയിൽ പോകുമ്പോൾ നമ്മൾ വൈദിക മഠത്തിൽ പോകാറുണ്ട്, മഹാസമാധിയിൽ പോകാറുണ്ട്, ശാരദാ മഠത്തിൽ പോകാറുണ്ട്. അപ്പൊ ഇതിലൊക്കെ പ്രധാനമായ സ്ഥലങ്ങളോ ആണെന്ന് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധി മന്ദിരം. ഭഗവാൻ ബോധാനന്ദ സ്വാമിയെ തന്റെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യുകയാണ്. അപ്പൊ അത്രത്തോളം ഭഗവാന്റെ അരുമ ശിഷ്യനായിരുന്ന, ഏറ്റവും ബൃഹത്തായ സന്യാസ ശിഷ്യനായിരുന്ന ബോധാനന്ദ സ്വാമികളുടെ മഹാസമാധി മന്ദിരം നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പൊ സ്വാമി നമുക്കായി രചിച്ചു നൽകിയ ഒരു ബൃഹത്തായ കൃതിയാണ് ഈശ്വര പ്രാർത്ഥന. ഇനാലുപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും ഇന്നാളുമീർ കരുതും ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും ഇന്നാകണം മമ മനസ്സുജകൾ സ്വരൂപാ എന്ന് പാടിക്കൊണ്ട് എന്നെക്കൊണ്ട് യാതൊരാപത്തും യാതൊരു ഉപദ്രവവും ആർക്കും വരുത്തരുത് എന്നൊരു ലോകതത്വത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വലിയ ബൃഹത്തായ ഒരു കൃതിയാണ് ബോധാനന്ദ സ്വാമികൾ നമുക്കായി രചിച്ചു നൽകിയത്. അപ്പോൾ ഇങ്ങനെയൊരു അവസരം, അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ചും കൃതികളെ കുറിച്ചും ഒക്കെ വളരെ കുറച്ചു സമയമാണെങ്കിൽ കൂടിയും എനിക്ക് പറയുവാൻ അവസരം നൽകിയ SNDP കോട്ടയം യൂണിയനോടും സൈബർ സേനയോടും ഇതിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അർപ്പിക്കുന്നു. അതിലൊക്കെ ഉപരിയായി എനിക്കിങ്ങനെ അവസരം നൽകിയ ഭഗവാന്റെ മുമ്പിൽ കോടാനുകോടി നന്ദികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.